നമ്മൾ ഈ ആത്മഹത്യകളെ അനാലിസിസ് ചെയ്ത് നമ്മൾ ഓരോ ആത്മഹത്യകളിലെ പിന്നിൽ പോയി അന്വേഷിക്കുമ്പോൾ ഏതൊക്കെയോ ആരോപണത്തിൻ്റെ പുറത്താണ് ആത്മഹത്യ ചെയ്യുന്നത്. നാളെ ഇവരെ മോശമായിട്ട് ചിത്രീകരിക്കുമെന്നുള്ള ഭയത്തിൻ്റെ പുറത്ത്, ഇമേജിൻ്റെ പുറത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലൈക്കും സോഷ്യൽ മീഡിയയിലെ ലൈക്കും ഒക്കെ അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു മാനദണ്ഡം. നാളെ ഒരു ആരോപണം വന്നിട്ട് എന്ത് ആരോപണം ആയിക്കോട്ടെ, ജോലിയിൽ കള്ളത്തരം കാണിച്ചു, കൈക്കൂലി വാങ്ങിച്ചു, സ്ത്രീയെ പീഡിപ്പിച്ചു, പുരുഷനെ പീഡിപ്പിച്ചു, വാട്ട് എവർ, ഈ ആരോപണത്തിൻ്റെ പേരിൽ ഒരു അറ്റാക്ക് സോഷ്യൽ മീഡിയയിലോ വരുമ്പോൾ ഈ ആളെ എങ്ങനെ പ്രതികരിക്കാൻ പോകുന്നത്? റാഷായിട്ട് ചിലപ്പോൾ ആത്മഹത്യ ചെയ്യും. ഈ സെൻസിറ്റീവ് ഈ സമൂഹത്തെ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പേപ്പർ എടുത്ത് നമ്മൾ എഴുതാൻ ഉദ്ദേശിക്കുന്ന ആൾ ആ കാര്യത്തെക്കുറിച്ച് കൂടി സെൻസിറ്റീവ് ആവണം. മുഴുവൻ കാര്യവും അറിയട്ടെ എന്ന് പറയുന്ന നമ്മളെ ഒരു സമൂഹം കള്ളനാണെന്ന് മുദ്രകുത്തും എന്നുള്ള ഭയം കൊണ്ടുള്ള ആത്മഹത്യകൾ കൂടുന്നു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. നമ്മളെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള മനക്കട്ടി ഇന്നത്തെ ആൾക്കാർക്ക് ഞാൻ പറയുന്നില്ല, ഒരുപാട് ആൾക്കാർക്ക് കുറയുവാണ്.